മറുനാടനെ ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് കാണാൻ പറ്റും, നല്ലൊരു കച്ചവടക്കാരനെന്നേ പറയാൻ കഴിയും. അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആർക്കും കയറി ചെണ്ട കെട്ടാം. മന്തി കഴിക്കുവാൻ നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം, വിഷുക്കണിയിൽ ചെരുപ്പിന്റെ പാത വച്ചുകൊണ്ടുള്ള വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഏതു തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള അഡ്വൈസ് നൽകാൻ വേണ്ടി സാജൻ സക്രിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയത്? കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും അട്ടിപ്പേർ അവകാശം ഷാജൻ സ്കറിയയിലാണോ? കോൺഗ്രസിന് എങ്ങനെയാണ് ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുക? അപ്പൊ ഷാഫി പറമ്പില് മാത്രമാണോ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ളത്? മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കേരളത്തിലും ഇന്ത്യയിലും പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അത് തുറന്നു പറയാൻ ഷാജൻ സ്കറിയ പോലുള്ള ആളുകൾക്ക് കഴിയില്ല. ഇത്തരത്തിലുള്ള ആളുകളെ ശരിക്കും പറഞ്ഞാൽ നപുംസകങ്ങൾ എന്നാണ് വിളിക്കേണ്ടത്. സംഘപരിവാർ സംഘടനകളുടെ ആളായി മാറിയിട്ടുണ്ട് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ മറുനാടൻ ടി വി കാണാറുണ്ടോ? തീർച്ചയായിട്ടും മറുനാടനെ കാണാറുണ്ടല്ലോ. കാണാറുണ്ട്. വലിയ പല വിവാദങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മറുനാടൻ്റെ ചില സമയത്തുള്ള പുള്ളിയുടെ ഒരു ഈ കാറ്റ് മാറി വീശുന്നതനുസരിച്ച് പുള്ളി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല, അതോ ഇനി എൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അല്ല, മറുനാടനെ കുറിച്ച് ഞാൻ അത് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, മറുനാടനെ ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് കാണാൻ പറ്റും, നല്ലൊരു കച്ചവടക്കാരനെന്നേ പറയാൻ കഴിയും. അതാണ് അതിൻ്റെ റിയാലിറ്റി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നോക്കൂ. വളരെ മുമ്പ് വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലുമൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസ് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച ഒരാളാണ്. എത്ര പെട്ടെന്നാണെങ്കിലും BJPക്ക് അനുകൂലമായിട്ട് മാറിയത്. മാപ്പ് തരണമെന്ന് പറഞ്ഞൊരു വീഡിയോ കോൺഗ്രസ്സുകാരെ, അത് ഈ മൂന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിയായില്ലേ? അതെ. അതിനെ കൊണ്ട് പുള്ളി പറയുന്ന ഒരു സാധനമാണ്, ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു, ഇത് എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം തൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? BJPക്ക് അനുകൂലമായ നിലപാടുകൾ ചില സമയത്ത് സ്വീകരിക്കുകയും വളരെ പെട്ടെന്ന് കോൺഗ്രസ് അനുകൂല നിലപാടിലേക്ക് മാറുകയും ചെയ്യുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് ആ സമയത്തൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്, രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യമാകും. ആ നിലപാട് മാറ്റം തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചു. ആ സബ്സ്ക്രൈബേഴ്സിനെ കുറയ്ക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നു. പെട്ടെന്നുണ്ടായ മാറ്റം അത് തന്നെയാണ്. അതിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഈ നന്ദഗോവിന്ദം ഭജനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്ന സമയത്ത് ഇദ്ദേഹം പറയുകയുണ്ടായി, അത് എൻ്റെ പള്ളിയിൽ ഞങ്ങൾ നന്ദഗോവിന്ദ ഭജൻ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം നോക്കൂ. കേരളത്തിൽ എന്താണ് ഹൈന്ദവന്റെ മേൽ, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മേൽ, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആർക്കും കയറി ചെണ്ട കെട്ടാം. ആ ഒരു സ്ഥിതിവിശേഷമല്ലേ? ആരിനെ അതിനെക്കുറിച്ച് എതിർത്ത് പറയുവാനായി അല്ലെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ വേണ്ടുന്ന ഏത് സംഘടനയാണ്? വിഷു സമയത്ത് നമ്മൾ കണ്ടതാണ്. മന്തി കഴിക്കുവാൻ നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം, ചെരുപ്പ്, വിഷുക്കണിയിൽ ചെരുപ്പിന്റെ പാത വച്ചുകൊണ്ടുള്ള ഇത്തരത്തിൽ എവിടെ നോക്കിയാലും, ഇപ്പൊ നന്ദഗോവിന്ദ ഭജൻസ് ക്രിസ്തീയ ഗാനം പാടുന്നു. എവിടെ നോക്കിയാലും ഹൈന്ദവ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മേൽ ഉള്ള ഒരു കടന്നുകയറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കടന്നുകയറ്റത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലെ ഈ പറയുന്ന വി.ഡി. സതീശൻ, ഇപ്പൊ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കാൻ വെമ്പൽ കൊള്ളുന്ന വി.ഡി. സതീശനോ അല്ലെങ്കിൽ ഈ പറയുന്ന കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ടോ? അത് തന്നെയാണ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ, ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ശബരിമല കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി കേസിൽ വേണ്ട രീതിയിൽ BJP ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല. പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് കേരളം അത് ഇപ്പം BJPക്ക് 3 സീറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ BJPക്ക് അത്രയും വോട്ട് ഉണ്ടാവാത്തത് എന്നുള്ള ഒരു നിരീക്ഷണമൊക്കെ പുള്ളി ഇടയ്ക്ക് നടത്തിയായിരുന്നു. ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് സാജൻ സക്രിയയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള കമന്റുകൾ പറയുന്നത്. നോക്ക്, കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി. അതിനെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. RSS എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടി, അതിന്റെ നേതൃത്വത്തിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ്
ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്നത് ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഏതു തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള അഡ്വൈസ് നൽകാൻ വേണ്ടി സാജൻ സക്രിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ബി ജെ പിക്കാരുടെ ഇപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വോട്ട് ശതമാനം കുറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നും അതിന്റെ ആശയാടിസ്ഥാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടാണ് സാജൻ സക്രിയ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നത്. അല്ല, ശബരിമല കേസിൽ ബി ജെ പിയുടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഹൈന്ദവ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എന്താണ്? പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിശ്വാസ സംരക്ഷണമാണ്. അത് ഹിന്ദുവിന്റെ വിശ്വാസം മാത്രമല്ല, കേരളത്തില് മാത്രമല്ല ഭാരതത്തില് അത് ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇവിടെ മറ്റു മതങ്ങൾക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മതവിശ്വാസങ്ങളെ സംരക്ഷിച്ചിട്ട് തന്നെ ഇവിടേക്ക് കടന്നു വന്ന മതങ്ങൾക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്ന സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ചരിത്രമാണ് ഹിന്ദുവിനുള്ളത്. കുറെ നാളുകളായി കേരളത്തിൽ BJPക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവ് അതല്ലേ, അതിന്റെ ഭാഗമാണ് അദ്ദേഹവും. വളരെ വ്യക്തമായി പറയും, ഞങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി മതന്യൂനപക്ഷങ്ങളിൽ പെടുന്നവരാണ് ക്രൈസ്തവരും ഇസ്ലാമും അടക്കമുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും എതിരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ് കേരളത്തിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നെറേറ്റീവ്. ആ നെറേറ്റീവിന്റെ ഭാഗമാണ് സാജൻ. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJPയും സംഘപരിവാറും പറഞ്ഞതാണ് ഇത്രയും ചെറിയ രീതിയിലേക്ക് BJPക്ക് സീറ്റ്, ഇല്ലെങ്കിൽ BJPക്ക് ഒരുപാട് സീറ്റ് കിട്ടിയേനെ, അല്ലെങ്കിൽ 3 സീറ്റിൽ ഒതുങ്ങാൻ പാടില്ലാത്ത BJP ഒരുപാട് സീറ്റുകൾ കിട്ടിയേനെ. കോൺഗ്രസ് മുക്ത ഭാരതം അത് പറഞ്ഞതാണ് ഈ തോൽവിക്ക് കാരണം, അല്ലെങ്കിൽ ഇത്ര സീറ്റിൽ ഒതുങ്ങാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയത്? 60 വർഷക്കാലത്തിലധികം 6 പതിറ്റാണ്ടിലധികം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാക്കാനോ രാജ്യത്തിന്റെ സുരക്ഷയെ കാത്തുരക്ഷിക്കാനോ കഴിയാത്ത ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഈ രാജ്യത്തിന് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയത്. ഇപ്പോ ഇന്ന് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏറ്റവും ഒടുവിൽ പഹൽഗാം ആക്രമണത്തിൽ അതിനെതിരായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പൊ 1 വർഷം കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പോലും. അപ്പോ എന്തുകൊണ്ട് ഭാരതത്തിന് ഇത്രയും അജയ്യമായിട്ടുള്ള ഒരു ശക്തിയായി ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഉയരാൻ കഴിഞ്ഞത്? അപ്പൊ രാഷ്ട്രബോധം പരമപ്രധാനമാണെന്നും അതിനോടൊപ്പം തന്നെ രാഷ്ട്രത്തിലെ ജനങ്ങളെ സേവിക്കേണ്ടവരാണ് സർക്കാരുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്ന ചിന്താഗതിയോടുകൂടിയാണ്. ഈ 2 ചിന്തകളും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തിന് ആപത്താണെന്ന തിരിച്ചറിവുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയത്. സാജൻ സക്കറിയ പറയുന്നത് അദ്ദേഹത്തിന്റെ ഐഡിയോളജി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകേണ്ടതിന് അദ്ദേഹത്തിന്റെ സഹായമോ അഡ്വൈസോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയുവാൻ കഴിയും. വരുന്ന നാളുകളിൽ ഇന്നിപ്പോ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചിടത്തോളം 4 MP-മാരുണ്ട്, 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, കോർപ്പറേഷൻ പദവി ഉൾപ്പെടെയുള്ള സ്ഥാനമാനങ്ങളിലേക്ക് ആളുകളുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അധികാരത്തിലിരിക്കുന്നു. 3 MLA-മാർ കേരള ജനത ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കുന്ന, ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങളെയും വികസന കാഴ്ചപ്പാടുകളെയും അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുമ്പോൾ കേരള ജനത അവരെ സ്വീകരിക്കുകയാണ്. വോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൃശ്ശൂരിലും ക്രിസ്ത്യാനികൾ, അത് സുരേഷ് ഗോപി അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലയിലും PC-ക്കും ഷോണിനും ഒക്കെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു. പക്ഷേ ഒരു സ്റ്റെപ്പായിട്ട് മാത്രമേ ക്രിസ്ത്യാനികൾ BJPയുടെ അടുക്കുകയുള്ളൂ. നിങ്ങൾ എങ്ങനെ പിടിച്ചാലും അവർ വരില്ല. കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും അട്ടിപ്പേരവകാശം ഷാജൻ സക്കറിയയിലാണോ? മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ രാജ്യത്തെ പല ഭാഗത്തും ആ സമയങ്ങളിലെല്ലാം അവിടെ യഥാവിധിയായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായ ആരാണ്? ഈ പറയുന്ന മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണോ? രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനല്ലേ നടപടി സ്വീകരിക്കാൻ കഴിയും? ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം ഇടപെട്ടില്ലേ?
ആ മതവിഭാഗങ്ങളും അതിന്റെ മതമേലധ്യക്ഷന്മാരും ആ മതവിശ്വാസികളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ ഗൾഫ് മേഖലയിലുള്ള നിയമങ്ങൾ വളരെ കർക്കശമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ മുൻകാലങ്ങളിൽ പലവിധ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അടക്കം പെട്ടെന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത്. അവിടെ ചെന്നാൽ അവർ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടുത്തെ നിയമങ്ങൾ കർക്കശമാണെന്നും ആ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ തക്കതായിട്ടുള്ള ശിക്ഷ ഉടനടി ലഭിക്കുമെന്നുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം കേരളത്തിലെ മറ്റിതര, നമ്മൾ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇന്ന് കേരളത്തെ നമ്പർ 1 കേരളത്തെ കടത്തിവെട്ടി വളരെ മുൻപന്തിയിലെത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള അതിദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഉത്തർപ്രദേശ്. ഗുണ്ടായിസം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ഇന്ന് അവിടെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഒരാൾ ഭയക്കും. അത്തരത്തിലുള്ള വളരെ കർക്കശമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശിലെ ഭരണനിർവഹണം നടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലവ് ജിഹാദ് വലിയ വാർത്തകളിലേക്ക് പോയതാണ്. ഈ ലവ് ജിഹാദ് എനിക്ക് തോന്നുന്നു അന്ന് സാജൻ സ്കറിയ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളെല്ലാം, മിക്കവാറും ഉള്ള സോഷ്യൽ മീഡിയകളും ജനൻ ടി വി ഉൾപ്പെടെ ഇതിന് എതിരായിട്ട് ഒരുപാട് വാർത്തകൾ ചെയ്തു. അതായത് കൂടുതൽ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നാണ് പെൺകുട്ടികളെ കൂടുതലായി കൊണ്ടുപോകുന്നത്. പക്ഷെ അന്നൊന്നും ഈ ഒരു കോൺഗ്രസ് ഇതിൻ്റെ ഒരു നേതാക്കന്മാർ പോലും ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയില്ലല്ലോ. കോൺഗ്രസിന് എങ്ങനെയാണ് ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുക? മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യ മഹാരാജ്യത്തില്ലെങ്കിൽ കോൺഗ്രസിന് ഇനി കേരളത്തിലല്ല ഇന്ത്യയിലും നിലനിൽപ്പില്ലല്ലോ. ഇവിടെ ഇപ്പോ ഈ വളരെ അടുത്ത കാലങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഉള്ള ഓരോ വാർത്തകളും നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഭിപ്രായം പറയുന്നവർ ആരൊക്കെയാണ്? അഭിപ്രായം പറയുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവിടെ അതിനെതിരെ ഒരു ചെറു ശബ്ദം ഉയർത്തിയ ഒരാളിനെ എതിരെ ഉണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടക്കുന്നതോടൊപ്പം തന്നെ ആരാണ് അടുത്ത KPCC പ്രസിഡന്റ് എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവിടെയും മുൻപന്തിൽ വരുന്ന പേര് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെയാണ്. അപ്പൊ ഷാഫി പറമ്പില് മാത്രമാണോ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ളത്? മറ്റാരും നേതാക്കന്മാരില്ലയോ? അപ്പോൾ മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കേരളത്തിലും ഇന്ത്യയിലും പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അത് തുറന്നു പറയാൻ ഷാജൻ സ്കറിയ പോലുള്ള ആളുകൾക്ക് കഴിയില്ല. പകരം അവിടെയും BJPയെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആക്രമിക്കാനുള്ള പരിശ്രമമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതമല്ല, കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനം നടത്തണമെന്നുള്ള ഇതിലേക്ക് അദ്ദേഹം വരുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജൻ സ്കറിയയെ പോലെയുള്ള ആളുകൾ അവർ തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം വളർത്തുവാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കച്ചവടവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത്തരത്തിലുള്ള ആളുകളെ ശരിക്കും പറഞ്ഞാൽ നപുംസകങ്ങൾ എന്നാണ് വിളിക്കേണ്ടത്. സ്വന്തമായി ഒരു രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിന് സ്വാഭാവികമായിട്ട് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണ്ടേ? അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ആ മേഖലകളിലൂടെ കടന്നു പോവുകയോ ചെയ്യാം. പക്ഷെ തൻ്റെ ബിസിനസ് അല്ലെങ്കിൽ തൻ്റെ കച്ചവടം വലുതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് തനിക്ക് നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഓരോ സമയത്തും നിമിഷങ്ങൾക്കകം നിറം മാറുന്ന തരത്തിലേക്ക് പോയാൽ അത്തരം ആളുകളെ നപുംസകങ്ങൾ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ഈ മറുനാടന് ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. കാര്യം ഒരു സമൂഹത്തിന് വേണ്ടി, ആചാരത്തിന് വേണ്ടി നിലനിൽക്കുന്നു. അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും ഒരു ഭാഗത്ത് മറുനാടൻ ഒരു സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങളിൽ, ഇപ്പോൾ ആ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ഹിന്ദുമത വിശ്വാസങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വലിയ വാർത്തകൾ സൃഷ്ടിച്ചു അദ്ദേഹം. അപ്പോൾ അതിനുശേഷമാണ് അപ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാകാം എനിക്ക് തോന്നുന്നു ഹിന്ദു മഹാസമ്മേളനത്തിൽ ഉൾപ്പെടെയുള്ള സദസ്സുകളിൽ
അദ്ദേഹത്തിനെ പിന്നെ സംസാരിക്കാൻ വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു അന്യമതസ്ഥനായിട്ടുള്ള ഒരാൾ തങ്ങളുടെ മത വേദികളിൽ അല്ലെങ്കിൽ പ്രഭാഷണ വേദികളിൽ അല്ലെങ്കിൽ മതസമ്മേളനങ്ങളിൽ അതല്ലെങ്കിൽ ആരാധന സമ്പ്രദായങ്ങളിലൊക്കെ വളരെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം പറയുകയും അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സാധാരണക്കാരായിട്ട് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുകയാണോ, അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസങ്ങളോടൊപ്പം നിൽക്കുകയാണോ, സംഘപരിവാർ സംഘടനകളുടെ ആളായി മാറിയിട്ടുണ്ട് എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് ജനം തിരിച്ചറിയും. ആ തിരിച്ചറിയുമ്പോഴാണ് ഇതെല്ലാം ചവറുകൂടകളിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. ആ സാഹചര്യം വിദൂരമല്ല എന്നുകൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.